നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചു. അതായത് ജൂലൈ മാസം 23-ാം തീയതി സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി 24-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നതും ഓഗസ്റ്റ് മാസം 3-ാം തീയതിക്ക് മുൻപ് വിതരണം പൂർത്തിയാക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ജൂലൈ മാസം 24-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു. 62 ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്ക് പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം കൈമാറിയിട്ടുള്ളത്. 2000 രൂപ വീതം അല്ലെങ്കിൽ 2000-നടുത്ത് തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിനോടകം തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ധനസഹായത്തിൽ ചില തുക കുറഞ്ഞു വന്നവരുണ്ട്. അതായത് 200 രൂപ കുറഞ്ഞവരുണ്ട്, 300-ഉം 500-ഉം കുറഞ്ഞവരുണ്ട്. അവർക്ക് കേന്ദ്ര വിഹിതം കൂടി ചേർത്ത് ലഭിക്കുന്നത് കൊണ്ടാണ് ധനസഹായത്തിൽ കുറവ് വന്നിട്ടുള്ളത്. അതെല്ലാ മാസങ്ങളിലും അതേ രീതിയാണ്. പിന്നീട് ഈ ഗുണഭോക്താക്കൾക്ക് ഏകദേശം 8 ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കളുണ്ട്. അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര വിഹിതം പ്രത്യേകമായിട്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും ദിവസങ്ങളിൽ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഓക്കെ ആണെങ്കിലേ ഈ ധനസഹായം ലഭിക്കുകയുമുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ധനസഹായം വാങ്ങുന്നവർ അക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇത് മാത്രമല്ല, പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പെൻഷൻ വിതരണം എല്ലാ മേഖലയിലും പൂർണ്ണ തോതിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം നടക്കുമ്പോൾ DBT സംവിധാനമായതുകൊണ്ട് തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേരും. എന്നാൽ കൈകളിൽ തുക സ്വീകരിക്കുന്നവരുണ്ട്. കിടപ്പ് രോഗികളായിട്ടുള്ളവർ, മറ്റ് അസ്വസ്ഥതകൾ മൂലം നേരിട്ടെത്തി ഇത് വാങ്ങാൻ സാധിക്കാത്തവർ, ബാങ്ക് വഴി ഇത് വാങ്ങാൻ സാധിക്കാത്തവർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഡയറക്റ്റ് ഹോം എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളിലേക്ക് സർക്കാർ, അതായത് സഹകരണ ബാങ്കുകളിലേക്ക് തുക എത്തിച്ചേർന്ന് അവിടുന്ന് ജീവനക്കാർ നമ്മളുടെ വീടുകളിലെത്തി തുക കൈമാറുന്ന രീതിയാണിത്. കൃത്യമായിട്ട് 2000 രൂപ തന്നെയാണ് കൈമാറുന്നതും. മറ്റ് ഫീസൊന്നും അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡയറക്റ്റ് ഹോം സംവിധാനം ആയതുകൊണ്ട് തന്നെ ചില പ്രദേശങ്ങളിൽ ജൂലൈ മാസത്തെ വിഹിതം എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല. അവർക്കുള്ള വിതരണമെല്ലാം നാളെയോടെ സർക്കാർ വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും. തുക ലഭിക്കാനുള്ളവർക്കും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനി ആർക്കെങ്കിലുമൊക്കെ തുക ക്രെഡിറ്റ് ആവാനുണ്ടെങ്കിലും അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നാളെ വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും. ആനുകൂല്യം മുടങ്ങിയവർക്ക് അല്ലെങ്കിൽ ഇതുവരെ ലഭിക്കാത്തവർക്ക് നാളെ മുതൽ തന്നെ ആനുകൂല്യം ലഭിച്ചുകൊള്ളും. ഇനി ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത് നമ്മളുടെ മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും മസ്റ്ററിങ് പരമാവധി നമുക്ക് തിരക്കില്ലാത്തൊരു സമയത്ത് പോയി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. കാരണം പഴയ ആധാറൊക്കെ ആണെങ്കിൽ ബയോമെട്രിക് സംവിധാനം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ബയോമെട്രിക്ക് കൃത്യമായിട്ട് ഫെച്ചാവാതെ വരികയും അങ്ങനെ മസ്റ്ററിങ് പരാജയപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആധാർ കാർഡുകൾ പുതുക്കേണ്ടത് വന്നേക്കാം. ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നുകൂടി അപ്ഡേഷൻ ചെയ്യേണ്ടത് വന്നേക്കാം. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലും മസ്റ്ററിങ് ഏതെങ്കിലും പരാജയപ്പെടുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ആധാർ കാർഡുകൾ മാത്രം മതിയാകും. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഈ ഒരു സംവിധാനം ഇല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇത് ചെയ്യാൻ സാധിക്കുന്നതല്ല. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഫോൺ വഴി ചെയ്യുന്നതിനും പ്രത്യേക സംവിധാനങ്ങളില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. 2025 ഡിസംബർ മാസം 31 വരെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആനുകൂല്യങ്ങൾ മുടങ്ങിയവർക്ക് നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.